28ാമത് റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി വടകര ആർടിഒയും പോലീസും സ്റ്റുഡന്റ് കേഡറ്റും സംയുക്തമായി സൗഹൃദ വാഹന പരിശോധന സംഘടിപ്പിച്ചു. 28ാമത് ദേശീയ റോഡ് സുരക്ഷാ വാരാഘോഷത്തിന്റെ ഭാഗമായാണ് മോട്ടോർ വാഹന വകുപ്പ് വടകര ആർടി ഓഫീസിന്റെയും വടകര പോലീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ ഉൾപ്പെടുത്തി വടകര ആർടിഒ ടി വിനീഷിന്റെ നേതൃത്വത്തിൽ സൗഹാർദ്ദ വാഹന പരിശോധനയും റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്വിസും സംഘടിപ്പിച്ചത്. ഹെൽമെറ്റ് ധരിച്ച് കൃത്യമായി ചിൻ സ്ട്രാപ്പ് ക്ലിപ്പ് ചെയ്ത് സുരക്ഷിതമായി മോട്ടോർ സൈക്കിൾ ഓടിച്ചവർക്കും സീറ്റ് ബെൽറ്റ് ധരിച്ച് വാഹനം ഓടിച്ചവർക്കും അഭിനന്ദനവും ഉപഹാരവും നൽകി. മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും ഹെൽമെറ്റ് ധരിച്ചതുകൊണ്ട് മാത്രമായില്ല, ശരിയായ രീതിയിൽ അവയുടെ ചിൻ സ്ട്രാപ്പ് ക്ലിപ്പ് ചെയ്താലേ അപകടത്തിൽപ്പെട്ടാൽ തലയിൽ നിന്ന് ഹെൽമെറ്റ് വേർപെട്ടു പോകാതിരിക്കുകയും അത് ഉപയോഗിക്കുന്നതിന്റെ പ്രയോജനം ലഭിക്കും എന്നും ഓർമ്മപ്പെടുത്തി. അവർക്ക് റോഡിൽ സുരക്ഷിതമായി എങ്ങനെ വാഹനം ഓടിക്കാം എന്നതിനെക്കുറിച്ചുള്ള ലഘുലേഖകളും വിതരണം ചെയ്തു. ലൈസൻസ് ഇല്ലാതെയും ഇൻഷുറൻസ് ഇല്ലാതെയും വാഹനം ഓടിച്ചവരെയും അപകടകരമായി വാഹനം ഓടിച്ചവർക്കെതിരെയും കേസുകൾ എടുത്തെന്ന് വടകര ആർടിഒ ടി വിനീഷ് പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പ് 28ാമത് റോഡ് സുരക്ഷാ വാരം ജനുവരി 9 മുതൽ 15 തീയതി വരെ ആചരിച്ചു വരികയാണ്. റോഡ് ക്രോസിംഗാണ് ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികളാണ് കൂടുതലായി മരിക്കുന്നതായി കാണുന്നത്. ഈ വസ്തുത കണക്കിലെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കോഴിക്കോട് ജില്ലയിലുള്ള മിക്കവാറും സ്കൂളുകളിൽ നേർവഴി എന്ന പേരിൽ ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി വരുന്നുണ്ട്. അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസിനും അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ വരുമ്പോഴും നിർബന്ധമായും കണ്ണ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും റോഡിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ വളരെ എക്സ്പീരിയൻസുള്ള ആൾക്കാർ പോലും ശരിയായ കാഴ്ചശക്തി ഇല്ലാത്ത ആളുകൾ ഹെവി വാഹനം വരെ ഓടിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകാരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം വടകര ഉദ്യോഗസ്ഥന്മാരും അൽസലാമ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും കൂടെ ചേർന്നുകൊണ്ട് ഒരു സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഡ്രൈവേഴ്സിന് വേണ്ടി കണ്ടക്ട് ചെയ്തു. 130ഓളം ആൾക്കാർ അതിൽ പങ്കെടുത്തു. അതുപോലെ ഇന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റും SPC സ്റ്റുഡൻസും കൂടെ കമ്പൈൻഡ് ആയിട്ട് ഒരു ചെക്കിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. സാധാരണ ചെക്കിങ് മാത്രമല്ല, ഇടതുവശത്തൂടെ ഓടിക്കുന്ന മോട്ടോർ സൈക്കിൾ, അതുപോലെ പ്രത്യേക സൗണ്ട് കൂട്ടി ഓടിക്കുന്ന മോട്ടോർ സൈക്കിൾ എന്നിവ പിടികൂടാനുള്ള ഒരു പദ്ധതി കൂടെ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ സാധാരണ ബോധവൽക്കരണ ക്ലാസ് നടത്തുമ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സും ടാക്സി ഡ്രൈവേഴ്സാണ് കൂടുതൽ പങ്കെടുക്കാറുള്ളത്. അവർ 2 വീലേഴ്സൊക്കെ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ബസ് ഡ്രൈവേഴ്സ് കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ ബസ് ഡ്രൈവേഴ്സിന് വേണ്ടി മാത്രം ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കും ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നുണ്ട്. റോഡ് സുരക്ഷയ്ക്ക് സർക്കാർ മാത്രമല്ല, സർക്കാർ ഇതര സംഘടനകൾക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പരിശോധനയിൽ 10ഓളം സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രകാശ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ അസീം VA, അഖിലേഷ്, അശോക് കുമാർ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ്, അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ സന്തോഷ്, CPOമാരായ ബിജു, സുവർണരേഖ തുടങ്ങിയവർ പങ്കെടുത്തു. Interdag, fine solution for finest building. Interdag, the maestro in bringing dream to the home. Commenced on the year 2010, December 30th, back at Vadagara, a small town in Calicut. Interdag provides innovative building solutions of national and international brands. Built on the foundation of quality, integrity and trust, Interdag provides world-class building solution products such as tiles, wooden flooring, sanitary fittings, modular kitchen, AC, curtains, fancy lights, electrical and plumbing materials. After the success story at Vadagara, we have set a new world-class all-product showroom at Pottamil, Pateri, Calicut, exclusively for fancy lights and sanitaries. Interdag, Therimbanapalam, Vadagara. Phone 0496 252 6088.